ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ഖണ്ഡ് പടേ, അതായത് ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആസ്മാൻ മേ ചമക് താരെ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിലെ തിളങ്ങുന്ന താരങ്ങൾ, നക്ഷത്രങ്ങൾ. ലഗത്തെ കിത്തിനെ പ്യാരെ പ്യാരെ, എത്ര മനോഹരമാണ്, എത്ര നമ്മൾ ഇഷ്ടപ്പെടുന്നു. ചോട്ടെ ചോട്ടെ നന്നെ നന്നെ, ചോട്ടെ ചോട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ. ചിൽമിൽ ചിൽമിൽ കർത്തെ താരെ, രാത് അന്തേരി ജബ് ഹോത്തി ഹെ രാഹ് ദിക്കാത്തെ ഹേ താരെ. അപ്പോൾ രാത് അന്തേരി അതായത് ഇരുട്ട് വരുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരുന്നവരാണ് ഈ സിത്താരകളാണ്, നക്ഷത്രങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, താരെ കഹാം ചമക്തെ ഹെ, എവിടെയാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്? അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താ, ആസ്മാൻ മേ ചമക്തെ താരെ. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അപ്പോൾ ആസ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആകാശമാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ, ഈ ആശയ വാലി പങ്ക്തിയം ചുൻകർ ലിഖേ. ആകാശ് കെ ചമക്തെ താരെ പ്യാരെ ലഗ്തെ ഹെ, രാത് കെ താരെ രാസ്തെ ദിക്കാത്തെ ഹെ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ആശയം വരുന്ന, ഈ ഒരു ആശയത്തിൻ്റെ അർത്ഥം വരുന്ന ലൈൻ എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്, ആകാശ് കെ ചമക്തെ താരെ പ്യാർ ലഗ്തെ ഹെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. केरल में बाढ़ प्रभावित किसानों को मुफ्त बीज देगी സർക്കാർ. കേരളമേ, അതായത് പ്രളയം മൂലം പ്രളയത്തിലാക്കപ്പെട്ട കർഷകർക്ക് പിന്നെ ബീജ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്രീ ആയിട്ട് മുഫ്ത് കൊടുക്കും സർക്കാർ. അഗസ്റ്റ് 21 തിരുവനന്തപുരം. കേരളമേ ഇസ് സാലായ ബാഡ്മേ ഖേത്തിക്ക ബഡാ നഷ്ടു ഹെ. ഇപ്രാവശ്യത്തെ പ്രളയത്തിൽ ഒരുപാട് നഷ്ടമുണ്ടായി. എനിക്ക് ലിയെ സർക്കാരിനെ ബീജ് മുഫ്ത് ദേനേക്ക് ഘോഷണാക്കി. അതുകൊണ്ട് അവർക്ക് വിത്ത് ഫ്രീ ആയിട്ട് നൽകാനുള്ള പ്രഖ്യാപനം നടത്തി. മുഖ്യമന്ത്രിനെ രാജ്യക്ക് പുനർനിർമ്മാൺ കെ ലിയെ ലോകോങ്കി സഹായത മാങ്കി. മുഖ്യമന്ത്രി പുനർനിർമ്മാണത്തിനായിട്ട് ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. ഈ ചോദ്യം നോക്കാം. കേരള में बाढ़ प्रभावित किसानों को सरकार कौन सी सहायता देने की घोषणा की. അപ്പോൾ കേരളത്തിൽ പ്രളയത്തിലകപ്പെട്ട കർഷകർക്ക് സർക്കാർ എന്ത് സഹായമാണ് നൽകുന്ന പ്രഖ്യാപനം നടത്തിയത്? അത് അതേപോലെയുണ്ട്, സർക്കാരിനെ ബീജ് മുഫ്ത് ദേനേക്ക് ഘോഷണാക്കി. അപ്പോൾ എന്താണ്, വിത്ത് സൗജന്യമായി നൽകും എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. അതേപോലെ ഉണ്ട്, അത് അങ്ങോട്ട് എഴുതിയാൽ മതി. സർക്കാരിനെ ബീജ് മുഫ്ത് ദേനേക്ക് ഘോഷണാക്കി. ഇനി അടുത്ത ചോദ്യം ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പുനർനിർമ്മാണം के लिए सहायता करें. इस संदेश पर अपने स्कूल के नोटिस बोर्ड में रखने के लिए एक പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ തയ്യാറാക്കേണ്ട മാതൃകകളൊക്കെ. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വേണം, പിന്നെ അതേപോലെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വേണം. നല്ല ബോർഡർ കൊടുക്കുക. ഓക്കെ, ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് ഭംഗിയാക്കുക. അപ്പോൾ ഇതിൽ എഴുതാണ്ട മെസ്സേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദേശ് കാ നവ നിർമ്മാൺ ഹർ ഏക് നാഗരിക് കാ കർത്തവ്യ ഹെ. ദേശ് കാ നവനിർമ്മാണം, രാജ്യത്തിൻ്റെ പുനർനിർമ്മാണം എല്ലാ പൗരന്മാരുടെയും കർത്തവ്യമാണ്. അതല്ലെങ്കിൽ ആയേ ഹം സബ് മിൽക്കർ കേരള കാ നവ നിർമ്മാണം കരേ. വരൂ, നമുക്കെല്ലാവർക്കും കൂടി കേരളത്തെ പുനഃസൃഷ്ടിക്കാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, പോർട്ടർ മനോഹരമാക്കുക, ചിലത് നല്ല ബോൾഡായിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. പോസ്റ്റർ എന്തായാലും ഉണ്ടാകും. നമ്മൾ ഒരുപാട് പോസ്റ്റർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആസ്മാൻ ജിത്തിന ഊഞ്ചാ ഹേ और समुद्र जितना गहरा मैं तुमसे उतना प्यार करता हूँ अम्मा. अम्मा ने नन्ना उल्लू से ढाम लिया. तुम कितने बार गले लगा लोगी मुझे, नन्ना उल्लू ने पूछा. बहुत बार. अम्मा ने फिर से उसे गले लगा लिया. कितनी बार, नन्ना उल्लू ने ऊँगते हुए पूछा. कितने लहरें में समुद्र, कितने तारे ആസ്മാൻ മേ ഉത്തിനി പറ. അപ്പോൾ നന്ന ഉല്ലു അമ്മ ഉല്ലും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. എത്ര എന്നെ സ്നേഹിക്കുന്നു, എത്ര എന്നെ കെട്ടിപ്പിടിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും ചോദിക്കുകയാണ് കിത്തിനി പറയും, എത്ര പ്രാവശ്യം. അപ്പോൾ അമ്മ പറയാണ്, സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ടോ, ചിത്തിനി ലഹരയെ
ഹേ സമുദ്രമേ ജിത്തിനെ താരേ ഹേ ആസ്മാനെ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ജിത്തിനി ലഹരമേ സമുദ്രമേ ജിത്തിനെ താരേ ഹേ ആസ്മാൻ മേ ഉത്തിനി ബർ യഹ് കിസ്നെ കഹ. ഇത് ആരാണ് പറഞ്ഞത്? ഇത് അമ്മ ഉല്ലു ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അമ്മ ഉല്ലു എന്ന് എഴുതാം. അമ്മ ഉല്ലു. ഓക്കെ, ഇനി അടുത്തത് ഈ പ്രസംഗം. അപ്പോൾ അമ്മ ഉല്ലുക്ക് ഡയറി ലിയോ. അപ്പോൾ അമ്മ ഉല്ലു എന്ന് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഡയറി എഴുതാനാണ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ആ പേരും ഡേറ്റും ദിവസവും എഴുതണം. ബുധവാർ 9 दिसंबर 2024 എഴുതാം. ആജ് മേരെ നന്നെ ഉല്ലുവിനെ മുസ്സെ പ്യാർ കി ബാത്തേക്ക്. ഇന്ന് എൻ്റെ നന്നെ ഉല്ലു എന്നോട് സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു. ഉസ്നെ മുझे പൂച്ചാ കി മേ ഉസെ കിത്നി ബാർ ഗലേ ലേക്കാവുകി. അവൻ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എത്ര പ്രാവശ്യം കെട്ടിപ്പിടിക്കുന്ന. മേനെ കഹാക്കി ബഹുത്ത് ബാർ. ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞു. ലേക്കിൻ വഹ് സന്തുഷ്ടി നഹി ഹെ. പക്ഷേ അവനിക്ക് സന്തോഷമായില്ല. ഓർ ഉസ്നെ ഫിർ പൂച്ച. എന്നിട്ട് പിന്നെയും ചോദിച്ചു. മേനെ കഹാക്കി ജിത്തിനെ ലഹരേ ഹേ സമുദ്രമേ. ഞാൻ അവനോട് പറഞ്ഞു സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ടോ. ജിത്തിനെ താരേ ഹേ ആസ്മാനെ ഒത്തിരി. അത്രയും പ്രാവശ്യം ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞു. മുझे लगता है कि मेरा नन्नू उल्लू मुझसे बहुत प्यार करता है. എനിക്ക് തോന്നുകയാണ് എൻ്റെ നന്ന ഉല്ലു എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഡയറി എഴുതേണ്ട ഫോമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഒരു പാസേജാണ്. ഓക്കെ, देश हमारा എന്നുള്ള പാഠഭാഗത്തിലാണ്. ഘനെ पेड़ों से सजे पर्वत, खिलखिलाकर बहती नदियाँ, खाली घटा से अपने बालों को खोलकर झूमती बारिश, हरा घाघरा बनकर नाचते लहलहाते खेत, सब भारत की अपनी विशेषताएं है. चाहो ഹൃദവും മേംഹാൻ മൺക മുസ്കുരാത്തി ഹുയി ഇസ് ദേശ് കാ ഗുസർ ആത്തി ഹെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? 4 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന അതേ പാസേജ് തന്നെയാണ്. ഖിൽ ഖിലാക്കർ ബഹത്തി എന്താണ്? ഖിൽ ഖിലാക്കർ ബഹത്തി നദിയാം ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഖിൽ ഖിലാക്കർ ബഹത്തി നദിയാം ആണ്. ഖിൽ ഖിലാക്കർ ബഹത്തി നദിയാം. പിന്നെ അടുത്തതായിട്ട് ബാലോങ്കോ കോൾക്കർ ജൂംതി. ജൂംതി ബാരിഷ് അതിവിടെ ഉണ്ട്. ബാലോങ്കോ കോൾക്കർ ജൂംതി ബാരിഷ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി ഹര ഗാഗ്ര പൻകർ നാച്തെ ഗേത്ത് അതിവിടെ ഉണ്ട്. ഹര ഗാഗ്ര നാച്തെ ഗേത്ത്. എല്ലാം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആരും മിസ്സാക്കി നോക്കരുത്. നിങ്ങളിങ്ങനെ വായിച്ച് നോക്കുക. ഗനെ പേടോക്കെ സജെ അത് ഫസ്റ്റ് തന്നെ ഉണ്ട്. ഗനെ പേടോക്കെ സജെ പർവ്വത് പർവ്വത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഗിൽഗിലാക്ക ബഹത്തി നദിയാം, ബാലോങ്കോ കോർക്കർ ജൂംതി ബാരിഷ്, ഹര ഗാഗ്രെ പഹൻകർ നാച്തെ ഗേത്ത്, ഗനെ പേടോക്കെ സജെ പർവ്വത്. 4 മാർക്കാണ് ഇതിൽ കിട്ടുക. ഇനി അടുത്തത് ജഗ്മഗ് താര എന്ന കവിതയിലുള്ളതാണ്. ദേശ് ഹമാര ചമക്കെ ജയ്സ ജഗ്മഗ് താര, ദേശ് ഹമാര സത്യ അഹിംസ का रखवारा, देश हमारा बलिदानों ने उसे सवारा. हमारा देश किसका रखवारा है? ആദ്യത്തെ ചോദ്യം ഇവിടെ തന്നെ ഉണ്ട്. സത്യ അഹിംസ का रखवारा है. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? हमारा देश सत्य और अहिंसा का रखवारा है. ഇനി അടുത്ത കവിതാംശ का आशय लिखा. ആശയം എഴുതാനാണ്. कविता का आशय यह है कि हमारा देश एक महान और सुंदर देश है. हमारा देश महान और सुंदर देश है जो सत्य और अहिंसा का. यह देश हमारे पूर्वजों के बलिदानों से संवारा गया है और हमें इसकी रक्षा करनी चाहिए. कविता में देशभक्ति और राष्ट्रीय गौरव की भावना को व्यक्त किया गया है. ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനമാണ്. ഇതൊരു നമ്മൾ പാസേജ് തന്നിട്ട് 5 ചോദ്യം ഉണ്ടാവും. 5 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക. ओलंपिक विषय का सबसे बड़ा खेल प्रतियोगिता है. इसका आयोजन प्रत्येक 4 साल के बाद होता है. അപ്പോൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, വേൾഡ്. സബ്സെ ബഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. ഖേൽ പ്രതിയോഗിത മത്സരം. ഇസ്ക ആയോജൻ ഇതിൻ്റെ ഏർപ്പാട് ചെയ്യുന്നത് എന്താണ്? എപ്പോഴാണ്? 4 साल के बाद होता है. 4 വർഷത്തിലൊരിക്കലാണ്. പ്രഥമ ഒളിമ്പിക്സ് ഖേൽ प्री के ओलंपिया नगर में
ഹുവ. അപ്പോൾ ആദ്യത്തെ ഒളിമ്പിക്സ് ഗ്രീക്കിലാണ് ഉണ്ടായത്, ഒളിമ്പിയ നഗറിലാണ്. ഇസി സ്ഥാൻ കെ നാം പർ ഇസ് ഖേൽ ആയോജൻ കോ ഒളിമ്പിക്സ് നാം ദിയാ ഗയ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളിക്ക് ആദ്യമായിട്ട് ഒളിമ്പിയ എന്ന നഗരത്തിലാണ് ഈ ഒരു കളി ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തത് ഒളിമ്പിക്സ് എന്നുള്ളത്. ഒളിമ്പിക്സ് ബ്രസീൽ കെ റിയോ മേ ഹുവ. 2014 ബ്രസീലിലെ റിയോയിലാണ്. ഇസ്മേ ഭാരത് കോ 2 പതക് മിലെ. 2 മെഡൽ ഭാരതത്തിന് കിട്ടിയിരുന്നു. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിശ്വ സബ്സെ ബഡ ഖേൽ പ്രതിയോഗിത കോൺസാ ഹെ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒളിമ്പിക്സ്. ഓക്കെ, ഇതിനകത്ത് സഹി പ്രസ്താവ് കോൺസാ ഹെ. അതായത് ഇത് സഹി പ്രസ്താവ് ഇതാണ്, 4 വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, പ്രഥം ഒളിമ്പിക്സ് ഖേൽ ക്രീക്ക് കിസ് നഗർ മേ ഹുവ. ആദ്യത്തെ മത്സരം എവിടെയായിരുന്നു? ഒളിമ്പിക്സ് ഒളിമ്പിയ. ഇനി 2014 ഒളിമ്പിക്സ് എവിടെയാണ് ഉണ്ടായത്? ബ്രസീലാണ്. അതിവിടെ ഉണ്ട് അല്ലേ. ഒളിമ്പിക്സ് ബ്രസീൽ മേ റിയോ മേ ഹുവാത്ത. റിയോ മേ ഭാരത് കോ കിത്തിന പതക് മില. റിയോയിൽ ഭാരതത്തിന് എത്ര മെഡൽ കിട്ടി? 2 മെഡലാണ് കിട്ടിയത്. 2 എന്ന് അടയാളപ്പെടുത്തുക.